ശരി. പക്ഷെ ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരി. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. 14 വർഷത്തോളമുള്ള ഫ്രണ്ട്ഷിപ്പാണ് നിളയും അതേപോലെ മരണപ്പെട്ട ജിസ്മോളും. ഈ നിള എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഈ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറിയും അതേപോലെ തന്നെ അവന്റെ അമ്മയും ചേർന്നുകൊണ്ട് ഇവളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അതുകൂടാതെ തന്നെ വീട്ടിൽ നിന്നും ജിസ്മോളെ ഇറക്കി വിട്ട ഒരു കഥയെ കുറിച്ചിട്ടും കൃത്യമായി പറയുന്നുണ്ട്. ആകെ ഒരു സങ്കടം എന്ന് വിളിച്ചു പറയാനുള്ളത് ഈ ഒരു സുഹൃത്തിനോട് മാത്രമാണ്, നിള എന്ന ഈ ഒരു സുഹൃത്തിനോട്. അവർ തുറന്നു പറയുന്ന കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറി ഒരിക്കലും ഈ നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ആദ്യം നമുക്ക് ഈ വോയിസ് കേൾക്കാം, അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സുള്ളിയില് ഞാൻ ആയുർവേദത്തിന്റെ PG ചെയ്യുമ്പോൾ അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങളവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. ശരി.